ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ തിരയായതുകൊണ്ട് ആദ്യം വന്നിരുന്നു. അപ്പോൾ അവനിന്ന് പോവുകയാണ്. അപ്പോൾ അവന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയും പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂത്തുറമ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അവിടുന്ന് ആ സമയത്ത് ബസ്സില്ലായിരുന്നു, ഞങ്ങൾ ഇറങ്ങിയ സമയത്ത്. അതുകൊണ്ട് ഓട്ടോ പിടിച്ച് ആറാമിൽ പോയി അവിടുന്ന് ബസ് കയറി കൂത്തുറമ്പ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യക്കാണ് ഡ്രസ്സ് എടുത്തത്. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അവനൊരു ടീഷർട്ടും ഒരു പാൻറ്റുമാണ് വാങ്ങിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ജ്യൂസ് കുടിക്കാൻ കയറി. കൂൾബാറിൽ കയറി ജ്യൂസൊക്കെ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് ആദ്യം പെട്ടെന്ന് തന്നെ പോയി. പിന്നെ ഞങ്ങളുടേതായ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടൊരു കടയിൽ കയറി. വൈറേനെ കൊണ്ട് ആ കടയിൽ കയറുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. കാരണം അത്രയ്ക്കും ടോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ കയറിയെന്നും എന്തൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചതെന്നും ഒക്കെ അടുത്ത വീഡിയോയിലുണ്ട്. ഐറ വന്ന മുതലേ ഒരു പെട്ടിയെടുത്ത് കൈമ പിടിച്ചിട്ടുണ്ട്. അത് അവൾ താഴെ വെച്ചിട്ടില്ല. അത് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടാണ് പിടിച്ച് നിർത്തിച്ചത്. പോവാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ നിർത്തിക്കുന്നതാണ്. ആ കടയിൽ നിന്ന് ഇറങ്ങുന്നവരെ അവളെ പിടിച്ചു നിർത്തലായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. പിന്നെ എല്ലാം ഉള്ളൊരു കട അതേ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ. പിന്നെ അങ്ങോട്ടേക്ക് കുറേ നടക്കണം. ഞങ്ങൾ ഉച്ച സമയത്ത് ഇറങ്ങിയതുകൊണ്ട് ഒരുപാട് വെയിലായിരുന്നു. അതുകൊണ്ട് അധികം നടക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് അങ്ങനെ കയറിയത്. അപ്പോൾ ഇനി ഐറക്കൊരു ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി. നല്ല രസമുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ നല്ലതൊക്കെ നോക്കുമ്പോൾ അവൾക്ക് ഒന്നുകിൽ വലുതോ അല്ലെങ്കിൽ ചെറുതോ ആയിരിക്കും. അവൾ കണക്കായിട്ട് കിട്ടുന്നില്ല. പിന്നെ ലാസ്റ്റ് ഞങ്ങളൊരു ഉടുപ്പാണ് എടുത്തത്. ആ ഉടുപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഉടുപ്പാണ് എടുത്തത്. ആ ഉടുപ്പ് വീഡിയോയിൽ കാണിക്കുന്നില്ല. നമ്മൾ അടുത്തതായിട്ട് ഇടുന്ന വീഡിയോയിൽ ഉടുപ്പും നമ്മൾ വാങ്ങിച്ച സാധനങ്ങളും ഒക്കെ ഉണ്ടാവും. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. അവിടെ നമ്മൾ രണ്ടാമത്തെ യാത്ര പിന്നെ വീട്ടിൽ പോയി കുളിച്ച് മാറ്റി രണ്ടാമത് വരുന്നതാണ്. അന്ന് ഐറേൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞങ്ങൾ ബസ്സിൽ കതിരൂർ അമ്പലത്തിലാണ് പോയത്. സൂര്യനാരായണ ക്ഷേത്രം അവിടെയാണ് ഞങ്ങൾ പോകുന്നത്. അവിടുത്തെ പൂജാ സ്റ്റോറിൽ നിന്ന് ഞങ്ങൾ ചരട് വാങ്ങിച്ചിരുന്നു. ചരട് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ്. അങ്ങനെ കയറി ഞങ്ങൾ കുറച്ച് നടന്നു. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന്. അങ്ങനെ നടന്ന് അമ്പലമെത്തി. ഇതെൻ്റെ നാടാണ്, എൻ്റെ സ്വന്തം വീട് ഇവിടെയാണ്. അപ്പം ഞാൻ കുറേ ആയി ഇങ്ങോട്ടേക്ക് വന്നിട്ട്, ഈ അമ്പലത്തിലേക്ക് വന്നിട്ട്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ പിറന്നാളിന് വരാമെന്ന് വിചാരിച്ചത്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അമ്പലത്തിന്. ഞാൻ മുമ്പ് കണ്ടതിനേക്കാൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഐറക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഐറ അങ്ങനെ അമ്പലത്തിൽ ഞങ്ങൾ പോകാറില്ല. എന്തെങ്കിലും ഉത്സവം കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ റെയറായിട്ട് അമ്പലത്തിൽ പോകാറുള്ളൂ. അതുകൊണ്ട് ഒക്കെ ഇങ്ങനെ അമ്പലമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ പോകുന്ന സമയത്ത് കെട്ടുനിറ ഉണ്ടായിരുന്നു. കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഫാമിലി മാത്രമാണ് തോന്നുന്നു. അവർ മാത്രം കെട്ടുനിറയാണ്. അപ്പം ഞങ്ങൾ നേരെ അവിടെ നിന്ന് കുളത്തിൽ പോയി കാലൊക്കെ കഴുകി വരാമെന്ന് വിചാരിച്ച് അവിടെ കുളത്തിലേക്ക് ഇറങ്ങി. ഇവിടെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഈ കുളം നിറയെ പായലായിരുന്നു. അതൊക്കെ വൃത്തിയായി വെള്ളമൊക്കെ നല്ല തെളിഞ്ഞിട്ട് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ. ഞങ്ങളവിടെ ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അവിടെ എപ്പോൾ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തു നിന്നാണ് അധികം ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. കാരണം അവിടെ നല്ല സീനറിയാണ്. ബാക്ക്ഗ്രൗണ്ട് ആയാലും എല്ലാം നല്ല രസമാണ്. ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കും ഒക്കെ നല്ല വൈബാണ് അവിടെ. ഞങ്ങൾ കാലൊക്കെ കഴുകി. ഐറ വെള്ളത്തിൽ നിന്ന് കയറുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് വെള്ളം കണ്ടിട്ട് ഒന്നും തിരിയാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ചെറിയ ആനെ പിടിച്ച് കയറ്റി ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല, പറ്റുന്നത്രേ എടുത്തിട്ടുള്ളൂ. കാരണം അധികം നമ്മൾ അമ്പലമൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ പരമാവധി കുറച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വഴിപാട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കൗണ്ടറിൽ പോയി. അപ്പോൾ അവിടെ എത്തപ്പോഴാണ് നമുക്ക് വലിയൊരു അക്കിടി പറ്റിയ കാര്യം മനസ്സിലായത്. നമ്മൾ ചരട് പുറത്തുനിന്ന് വാങ്ങിച്ച ചരട് ഇവിടെ എടുക്കില്ല പൂജിക്കാൻ, ഇവരെടുക്കുന്ന തന്നെ വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ വേറെ ചരട് പിന്നെയും വാങ്ങിച്ചു അവിടുന്ന്. അപ്പോൾ നമ്മൾ തൊഴാനിറങ്ങുമ്പം തന്നെ നട പൂട്ടിയിരുന്നു കയറുമ്പോൾ. അപ്പോൾ നമ്മൾ തൊഴുത് ചുറ്റി വരുമ്പോഴേക്കന്നെ നട തുറക്കുകയും ചെയ്തു. നട തുറക്കുന്നത് കാണാൻ വേണ്ടി നമ്മൾ മാക്സിമം സ്പീഡിൽ പോകാൻ നോക്കിയിരുന്നു. പക്ഷേങ്കിൽ നമ്മളവിടെ എത്തുന്നതിന് മുന്നേ തന്നെ നട തുറന്നിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ തൊഴുതിട്ട് ചന്ദനം വാങ്ങിക്കാൻ പോയി. നമ്മളൊക്കെ റെസീറ്റൊക്കെ നമ്മൾ അവിടെ വെക്കുക ചെയ്ത്. ഇവിടുന്ന് ചന്ദനം വാങ്ങിയിട്ട് അവർ വിളിക്കുമ്പോൾ നമ്മൾ കഴിപ്പിച്ച പ്രസാദവും കാര്യങ്ങളൊക്കെ അവർ പിന്നെയാണ് തരിക.
ഐറയും കൈ നീട്ടുന്നുണ്ട്. ഐറക്ക് കയ്യിൽ പൂവൊക്കെ വേണ്ടിയിട്ട് അവളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് കൂടിയിട്ട് അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് ഇവിടുത്തെ നമുക്ക് ചുറ്റേണ്ടത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എല്ലാത്തിനും പിന്നെ ഞങ്ങൾ അവിടുന്ന് ചന്ദനമൊക്കെ തൊട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഐറ തന്നെത്താ ചന്ദനമൊക്കെ തൊടുന്നുണ്ട്. പിന്നെ അവൾ മധുരം കഴിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രസാദമാണ് അവൾ തിന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തിന്നിട്ട് പോകാമെന്ന് വെച്ചാൽ അവൾ തിന്നുകൊണ്ട് നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് അത് അവൾ തിന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ അങ്ങനെ പതിയെ അവിടെ നിന്ന് നടന്നു. പിന്നെ അവിടെ ഫ്രണ്ടിൽ കയറുമ്പം തന്നെ ഒരു ആമ വിളക്കുണ്ട്. അവിടെ നിന്ന് എപ്പോഴും ഇങ്ങനെ കരിയെടുത്ത് തൊടാറുണ്ട്. ഞങ്ങൾ എപ്പോൾ പോയാലും അത് ചെയ്യാറുണ്ട്. അതൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ എവിടെയും നിന്നില്ല, നേരെ വീട്ടിലേക്കാണ് പോയത്. ടാറ്റാ, ബൈ ബൈ.